പക്ഷെ ഇനിയും ഇതുപോലെ ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ നിലപാട് എന്തായിരിക്കും? അത് ഇങ്ങനെ പ്രതിഷേധിക്കാൻ തന്നെയാണോ തീരുമാനം? അരുൺ, ഒരു സംശയമുണ്ടാകില്ല. ശ്രീറാം വെങ്കിട്ടരാമനെ ഒപ്പമിരുത്തി മന്ത്രിയല്ല മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയാലും ഇതേ പ്രതിഷേധത്തിന് തലസ്ഥാനത്തുണ്ടാകും. കാരണം തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ അത്രയേറെ വേണ്ടപ്പെട്ടവരായിരുന്നു. KM ബഷീർ. അത്രയധികം ആ വേദന ഇന്നും തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കുള്ളിൽ, സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. KM ബഷീറിൻ്റെ അകാല വിയോഗം അത് കേവലം ഒരു റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടയാളല്ല KM ബഷീർ. അശ്രദ്ധമായി വണ്ടി ഓടിച്ച്, ഒരുപക്ഷെ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ ഒക്കെ ഒരു ഉദ്യോഗസ്ഥ പ്രമാണി വണ്ടി ഓടിച്ച് കൊലപ്പെടുത്തിയതാണ്. അയാൾ വാഹനത്തിന് ഇടിച്ചിട്ട് ശേഷമെങ്കിലും ആശുപത്രി സമയത്ത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ KM ബഷീർ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ. അതിനുപോലും ഈ IAS എല്ലാ വിദ്യാസമ്പന്നനായ എല്ലാത്തരം വിദ്യാഭ്യാസവും നേടിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ കൂടിയായ, ഒരുപക്ഷെ ഡോക്ടർമാർ കുറച്ചുകൂടി മാനുഷികത വേണമെന്നൊക്കെ പറയാറുണ്ട്. അത്യധികം ആ ഫീൽഡുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു മനുഷ്യജീവന്റെ വില അത്രത്തോളം അറിയാവുന്നവരാണ്. എന്നിട്ട് പോലും വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല, അതിനുശേഷം ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നടത്തിയ ഹീനമായ ശ്രമങ്ങളുണ്ട്. വളരെ ദീർഘമായി പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അത്തരം ശ്രമം നടത്തിയ ഒരാളാണ്. ഒരു തരത്തിലുള്ള സഹിഷ്ണുതയുമില്ലാതെ, ഒരു തരത്തിലുള്ള എത്തിക്സും ഇല്ലാതെ, മെഡിക്കൽ എത്തിക്സോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻറ്റിന് വേണ്ട എത്തിക്സോ ഒന്നും ഇല്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. അതൊളിപ്പിക്കാൻ എല്ലാ സ്വാധീനവും അയാൾ അന്ന് IAS ഉദ്യോഗസ്ഥനാണ്. അയാൾ നേരത്തെ ഡോക്ടറായിരുന്നു. അയാൾ ജോലി ചെയ്ത ആശുപത്രിയുണ്ട്, അയാൾക്കൊപ്പം പഠിച്ച ഡോക്ടർമാരുണ്ട്, അയാൾക്കൊപ്പം ജോലി ചെയ്ത ഡോക്ടർമാരുണ്ട്. IAS ലോബി എന്ന സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രം ഒന്നടങ്കം അയാൾക്കൊപ്പം നിന്നു. ഇതെല്ലാം വെച്ചാണ് ആ കേസിൽ നിന്ന് അന്ന് അയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് മാത്രം വെച്ചാണ് അയാൾ ഇപ്പോഴും പുറത്തിറങ്ങി വിലസുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അയാളുടെ ആത്മവിശ്വാസം തന്നെയാകാം. എല്ലാ തെളിവുകളും നശിപ്പിച്ചാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിക്ക് മുമ്പാകെ ഹാജരായത്. അതുതന്നെയാകും അയാളുടെ ആത്മവിശ്വാസം. അങ്ങനെ ഒരു ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നു, അതൊളിപ്പിക്കാൻ അതിലേറെ കുറ്റകൃത്യം ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അയാൾക്കെതിരെയാണ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചത്. അത് തലസ്ഥാനത്ത് അല്ല, ഇനി എവിടെയായാലും ഇത്തരം മാധ്യമപ്രവർത്തക വേദികളിൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന KM ബഷീറിൻ്റെ കൊലപാതക കേസിൽ പ്രതി വന്നിരുന്നാൽ അപ്പോഴൊക്കെ പ്രതിഷേധമുണ്ടാകും. അതിലൊരു സംശയം വേണ്ട. ടോം.